ഹായ്, അടുത്ത പാർട്ടുമായി ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ ഒരു അശ്വതി മാമി വരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അശ്വതി മാമിയിലാണ് ഇത്തവണത്തെ പാർട്ട് തുടങ്ങുന്നത്. അശ്വതി മാമി എന്ന് സന്തോഷത്തോടെ നീട്ടി വിളിച്ചുകൊണ്ട് കാവ്യ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മുത്തശ്ശി എന്ന് വിളിക്കാനുള്ള പ്രായമുണ്ട്, എന്നാലും പൊടി കൊച്ചിനെ കൊണ്ട് മാമി എന്ന് വിളിപ്പിക്കുന്നത് കേട്ടാൽ തോന്നും. മുത്തശ്ശി പറഞ്ഞു തീരും മുമ്പേ അശ്വതി പറഞ്ഞു, അമ്മേ ഇങ്ങനെ എന്നെ നാണം കെടുത്തല്ലേ, സിംഗപ്പൂരിൽ നിന്ന് വന്ന ഗമയൊക്കെ കാണിക്കണ്ടേ. അല്ല മാമി, എനിക്കുള്ള ചോക്ലേറ്റ്സ് എവിടെ? അതൊക്കെ ഉണ്ട് മോളെ. അപ്പോഴേക്കും അലീനയും അച്ചുവും അവിടെ എത്തി. അമ്മേ എന്ന് വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. സിദ്ധാർത്ഥും ഗോവിന്ദുമായിരുന്നു അത്. കഴിഞ്ഞു നിങ്ങളുടെ പിക്നിക്കൊക്കെ? അവിടെ ജോലിയൊക്കെ പകുതി കിട്ടിയിട്ടാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നേ. അല്ല സിദ്ധാർത്ഥേ, എൻ്റെ മരുമോൾ എവിടെ? അശ്വതി തിരക്കി. ആഹാ, ചേച്ചി അനിയത്തിയുടെ വീട്ടിൽ വന്നിട്ട് അനിയത്തിയല്ല മരുമോളെ കാണാനാ ആഗ്രഹിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മോഹനും പിറകെ രഞ്ജിനിയും വന്നു. അശ്വതിയും രഞ്ജിനിയും സ്നേഹത്തോടെ പരസ്പരം ആലിംഗനം ചെയ്തു. ശേഷം സിദ്ധാർത്ഥിനു നേരെ തിരിഞ്ഞ് ഒരു കവർ അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അശ്വതി ഒരു കാര്യം പറഞ്ഞു. സിദ്ധാർത്ഥ് അതുമായി സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. ഈ സമയം വീണ അവിടേക്ക് വന്നു. അശ്വതി അവളുടെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചെങ്കിലും അതിനവർക്ക് കഴിഞ്ഞില്ല. വീണ അവരോടായി എന്തോ പറയാൻ ആഗ്രഹിച്ചെങ്കിലും അവൾക്കും അത് സാധിച്ചില്ല. കൊഴിഞ്ഞ പൂവിൻ്റെ നിസ്സഹായതയോടെ ഒരു നിമിഷം അവൾ ഗോവിന്ദിനെ നോക്കി. പിന്നീട് അവിടെ നിൽക്കാനാകാതെ അവൾ അവിടെ നിന്നും പോയി. രഞ്ജിനിക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല. ബാക്കിയുണ്ടായിരുന്നവർ അത് കാര്യമായി എടുത്തതുമില്ല. പ്രഫുൽ കാവ്യയുടെ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്താ ദേവേട്ട, എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് മനോജ് അവിടേക്ക് വന്നു. അവൻ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം മനോജിനോട് പങ്കുവച്ചു. മനോജും ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ അവൻ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. അലീനയുടെ കഴിവിനെക്കുറിച്ച് പുകഴ്ത്തി പാടിക്കൊണ്ട് അവൻ പ്രഫുലിനെ താഴേക്ക് വിളിച്ചു. ഒരു ആഘോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു ദാമോദർ കുടുംബത്തിലാകെ. തൃപ്തി തന്റെ ആഭരണങ്ങൾ അണിഞ്ഞ് ഒരുങ്ങുകയായിരുന്നു. അവൾ തന്റെ കാതുകൾക്ക് കൂടുതൽ അഴകു പകരുന്ന കമ്മലണിയാൻ മറന്നുപോയിരുന്നു. അശോക് അവളെ അത് ഓർമ്മപ്പെടുത്തി. അവൾ കമ്മലെടുക്കാനായി അലമാരി തുറന്നപ്പോൾ അശോക് അവളെ തടഞ്ഞു. തൻ്റെ പക്കലുള്ള പുതിയ കമ്മലുകൾ അവളുടെ കാതിൽ അണിയിച്ചു. നിശബ്ദവും സുന്ദരവുമായ നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ നിമിഷങ്ങളിൽ മൗനം മൊഴിയായി മാറുകയായിരുന്നു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അശോകിന്റെ ഫോൺ ശബ്ദിച്ചു. സിദ്ധാർത്ഥ് കാവ്യയുടെ മുറിയിലേക്ക് വന്നു. ദാമോദർ വീട്ടിൽ വന്നാൽ മഹിമ ആ മുറിയിൽ കാവ്യയോടൊപ്പമാണ് താമസിക്കുക. ആകാശത്തു നിന്ന് അടർന്നു വീണ താരകത്തിന്റെ പ്രഭ പോലെ ചുമരിൽ നിറയെ വലുതും ചെറുതുമായി കാവ്യയുടെ ചിത്രങ്ങൾ തൂങ്ങിയാടി. സിദ്ധാർത്ഥ് വാത്സല്യപൂർവ്വം അവയെ നോക്കി. ഫ്യൂച്ചർ ലൈഫ് പാർട്ട്ണർ ഇവിടെ എന്തെടുക്കുക എന്ന ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. നിലാവുദിച്ച പോലെ പുഞ്ചിരി തൂകി അവൾ നിന്നു. മരുമോളെ കാണാൻ അമ്മായിയമ്മ വന്നിട്ടുണ്ട്, അവൻ പറഞ്ഞു. വാഹ്, അശ്വതി ആദ്യം എത്തിയോ? ഇത്തവണ എന്ത് സർപ്രൈസാ എനിക്ക് തരാൻ പോണേ? ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. അമ്മ തന്നെ ഏൽപ്പിച്ച കവറുമായി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഓരോ ചുവടും സൂക്ഷ്മമായി അവൻ മുന്നോട്ട് വെച്ചു. ആ കൈയൊന്ന് നീട്ടി, അവൻ പറഞ്ഞു. സാധാരണ അങ്ങനെയൊന്നുമല്ലല്ലോ. എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ സിനിമ സ്റ്റൈലിൽ നേരെ കയറി വരും, 2 ഡയലോഗ് പറയും, എന്നിട്ട് ആ സമ്മാനം എൻ്റെ കയ്യിലെടുത്ത് വെച്ച് തരികയും ചെയ്യും. ഇതെന്തു പറ്റി? അവൾ ശൃംഗാരത്തോടെ ചോദിച്ചു. അതെന്താന്ന് പറഞ്ഞാൽ, ഈ നിമിഷം മുതൽ കുറച്ച് സമയം ഞാൻ മുമ്പത്തേതിനേക്കാൾ വ്യത്യസ്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ തമ്മിൽ പ്രായോഗികമായി കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു ബന്ധവുമില്ല. ലവ്, അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിച്ചു ചിരിച്ചു നടന്നു. പക്ഷേ ഈ കളിച്ചിരിയൊക്കെ സിനിമകളിലൊക്കെ നിലനിൽക്കൂ, യഥാർത്ഥ ജീവിതത്തിലല്ല. നമ്മൾ തമ്മിൽ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നമ്മൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, കല്യാണം കഴിയുന്നത് വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് കരുതിക്കോ. ഒരകൽച്ച പാലിക്കണം, മനസ്സിലായോ? കാലങ്ങളായി കൊത്തി നിർത്തപ്പെട്ട ശില പോലെ അവൾ അവിടെ ഉറച്ചു നിന്നു പോയി. കണ്ണുനീർ ഒലിക്കുന്ന ശില. അതിൽ അമ്പരപ്പും നിറഞ്ഞു നിന്നിരുന്നു. അവൻ ആ കവർ അവൾക്കു നേരെ നീട്ടിക്കൊണ്ട് തുടർന്നു. ഇതിൽ എന്തു തന്നെയായാലും ഇത് അമ്മ, അതായത് നിന്റെ അശ്വതി ആൻറ്റി തന്നതാണ്. ഇത് അണിഞ്ഞിട്ട് വേണം താഴേക്ക് വരാൻ. അവൻ പറഞ്ഞു നിർത്തി. ഒരക്ഷരം മിണ്ടാതെ അവൾ അത് വാങ്ങി. അവൻ പുറത്തേക്ക് ഇറങ്ങി ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. പിന്നീട് വേണ്ട എന്ന ഭാവത്തിൽ തലതിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അപ്പോഴേക്കും താഴെ ഹാളിൽ എല്ലാവരും ഒത്തുകൂടി. അലീനയും വീണയും തൃപ്തിയും അവിടെ എത്തിയ നൃത്തസംഘത്തോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങി. സിദ്ധാർത്ഥിന്റെ അച്ഛൻ അമർനാഥും മഹിമയുടെ അമ്മ ജാനകിയും കൂടിയേ എത്താനുണ്ടായിരുന്നുള്ളൂ. അവരും എത്തി. സിദ്ധാർത്ഥം താഴേക്ക് വന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മഹിമയും വിശാലമായ ആ വീടിന്റെ ഹാളിലേക്ക് മുകളിലെ നിലയിൽ നിന്നുള്ള പടികൾ ഇറങ്ങി വന്നു. അവളുടെ നടപ്പിന്റെ താളത്തിൽ പാവാടത്തുമ്പും ഒഴുകാൻ തുടങ്ങി. അത് നീളം പകർന്നുകൊണ്ട് അവളുടെ കാലുകളിലെ പാദസരം കിലുങ്ങാൻ തുടങ്ങി. അവളുടെ മുടിയിഴകൾ അലസമായി കാറ്റിൽ പാറിക്കൊണ്ടിരുന്നു. അതവളുടെ അഴകിന് മിഴിവേകി. ചുരുക്കി പറഞ്ഞാൽ ഒരു നവവധുവിന്റെ രൂപത്തിലായിരുന്നു അവളുടെ രംഗപ്രവേശം. ഏവരും അക്ഷമരായി അവൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾ അവർക്കിടയിലേക്ക് കയറിച്ചെന്നു. ജാനകി അവളുടെ കൈ പിടിച്ച് സിദ്ധാർത്ഥിന് കൊടുത്തു. എന്നാൽ സിദ്ധാർത്ഥ് അത് ഏറ്റുവാങ്ങുന്നതിന് മുൻപ് അവളുടെ മുന്നിൽ മുട്ടുമടക്കിയിരുന്ന് സ്വന്തം കാതിൽ നുള്ളിക്കൊണ്ട് ക്ഷമയാചിച്ചു. സോറി പൊന്നു,
ഇതൊക്കെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ വിട്. വിൽ യു മാരി മീ? ഒരു പനിനീർ പൂവെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൻ മനസ്സ് തുറന്നപ്പോൾ ഒരു പുച്ഛം നടിച്ചുകൊണ്ട് മുഖം തിരിച്ച് അവൾ പറഞ്ഞത് ഇതായിരുന്നു: പെൺകുട്ടികൾക്ക് വേണ്ടത് ആഭരണങ്ങളാ, അല്ലാതെ പൂക്കളല്ലെന്ന് പറയാൻ പറ്റുമോ? സിദ്ധാർത്ഥ് അവൾ പൂർത്തിയാക്കും മുമ്പ് ചോദിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി, പ്രണയവും അത്ഭുതവും ഇടകലർന്ന നോട്ടം. നിനക്കെങ്ങനെയാ ഇത്ര നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നേ? ഒരു നിമിഷം അവൾ ചോദിച്ചു പോയി. തിളങ്ങി നിന്ന ആ വേദിയിൽ ഏവരുടെയും ആശീർവാദത്തോടെയും സാന്നിധ്യത്തോടെയും സിദ്ധാർത്ഥ് സന്തോഷത്തോടെ മഹിമയുടെ വിരലിൽ മോതിരമണിയിച്ചു. പിന്നെ അങ്ങോട്ട് പാട്ടും ബഹളവും ഒക്കെയായിരുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷം. എന്നാൽ ആ സന്തോഷങ്ങളെ അസ്തമിപ്പിക്കാനുതകുന്ന ഒരു ശക്തി ആ വീടിന്റെ അടുക്കളയിൽ നിന്ന് കറങ്ങുന്നത് അവരറിഞ്ഞില്ല. പ്രഫുൽദേവിന്റെ ജീവനായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ആരും അറിഞ്ഞില്ല. ഏവരും ആടിപ്പാടി സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കുമ്പോൾ അനുപമ തന്റെ അടുത്ത ചുവടുകൾക്കായി കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ അശ്വതി വന്ന് രഞ്ജിനിയോടും മുത്തശ്ശിയോടുമായി പറഞ്ഞു. കൂടെ മഹിമയും സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. ദേ, ഈ സിദ്ധാർത്ഥനുണ്ടല്ലോ, അവിടെ എന്തുമാത്രം ജോലി ബാക്കിയിട്ടേച്ചാ വന്നിരിക്കുന്നതെന്നറിയോ? നാളത്തെ ഇവരുടെ നാടകവും പരിപാടികളും കഴിഞ്ഞാൽ ഇവനെ അങ്ങ് ഫ്ലാറ്റിലേക്ക് പറഞ്ഞേക്കണേ. ശരി മോളെ, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതി രഞ്ജിനിയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് വണങ്ങി അശ്വതിയും അമർനാഥും അവിടെ നിന്നിറങ്ങി. ഈ ആഹ്ലാദ നിമിഷത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരാളുടെ ഹൃദയം മാത്രം ഒരു ദുഃഖത്തെ ചൊല്ലി വെമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ അത് സ്വയം മറച്ചു വെച്ചുകൊണ്ട് ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ച് അവൾ നിന്നു. സർവം സഹായായ ഭൂമിയുടെ പ്രതിരൂപമായ പ്രകാശം, ദീപ്തി. സുരേഷിന്റെ വിഷയം സംസാരിക്കാതെ തന്നെ സാധാരണ മട്ടിൽ അമ്മ മകളോട് യാത്ര പറഞ്ഞു. താനവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നും ഇനി കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോൾ കല്യാണപ്പെണ്ണും അവിടെ തന്നെ ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ മഹിമയെ വിളിച്ചുകൊണ്ട് ജാനകിയും അവിടെ നിന്നും പോയി. ഹലോ, നമ്മൾ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ശരിയാകുന്നേ? ലെറ്റ്സ് ഡാൻസ്, കാവ്യ വിളിച്ചു പറഞ്ഞു. കാവ്യയും അച്ചുവും കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നീട് സിദ്ധാർത്ഥും മഹിമയും അത് കണ്ട് തൃപ്തിയും അശോകും. വീണ ഒരു നിസ്സഹായതയോടെ ഗോവിന്ദനെ നോക്കി. എന്താ മോളെ നോക്കി നിൽക്കുന്നേ? എടാ പ്രഫുൽദേവ, നീ എന്തിനാ ഇതിനെ ഇങ്ങനെ നോക്കി നിർത്തുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിനി വീണയെ പ്രഫുൽദേവിന്റെ ദേഹത്തേക്ക് തള്ളിയിട്ടു കൊടുത്തു. അലീനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വീണയുടെ കണ്ണുകൾ ഗോവിന്ദനെയായിരുന്നു തിരഞ്ഞത്. അവൾക്ക് അവരിൽ നിന്നെന്തോ അറിയാനുണ്ടായിരുന്നത് പോലെ. അവൾ നൃത്തച്ചുവടുകളിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഗോവിന്ദനെയായിരുന്നു അവൾ കണ്ടത്. അലീന പ്രഫുൽദേവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ താൻ അവനെ തേടുകയാണെന്ന് അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. തന്റെ കണ്ണുകളെ പിൻവലിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കണ്ണടയ്ക്കുമ്പോഴും അവന്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. വീണ ഗോവിന്ദനെ തന്നെ നോക്കിയിരുന്നതുകൊണ്ട് അവൾ ചുവടുകൾ മറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. പ്രഫുലും മറ്റേതോ ലോകത്തായിരുന്നു. എന്നാൽ അവിടെ ആരായിരുന്നുവെന്ന് അവനും മനസ്സിലാക്കാനായില്ല. വീണയുടെ കൈകളിൽ നിന്ന് മാറി അടുത്ത ചുവടുകൾക്കായി പ്രഫുൽദേവിന്റെ വിരലുകൾ ചെന്നത് അലീനയുടെ കൈകളിലേക്കായിരുന്നു. അപ്രതീക്ഷിതമായ നൃത്തച്ചുവടുകൾ, മാസ്മരികമായ കലാവൈഭവം. ഇനിയും തിരിച്ചറിയാത്ത പ്രണയത്തിന്റെയോ ആഹ്ലാദാരവ ലഹരിയുടെയോ. മനസ്സിന്റെ ഉള്ളിൽ നിറയുന്നതെന്തെന്നറിയാതെ കുളിരിന്റെ പൂവിതൾ വിതറുന്ന പൂമ്പാറ്റുകളിപ്പോൾ അവർ മതിമറന്നാടി. ഏവരും അത്ഭുതസ്തബ്ധരായി നോക്കി നിൽക്കെ. നിറവിന്റെ ആഘോഷങ്ങൾക്കിപ്പുറത്ത് വീഴാൻ പോയ അലീനയെ പ്രഫുൽദേവ് താങ്ങി നിർത്തി. താരങ്ങളെക്കാൾ തിളക്കമേറിയ അവളുടെ കണ്ണുകളിൽ എന്തോ അജ്ഞാതമായ പ്രകാശം വന്നു നിറഞ്ഞു. മന്ത്രമാസ്മരികമായ ആ നിമിഷത്തിൽ അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഉടക്കി നിന്നു. പ്രഫുൽ, എന്ത് നന്നായിട്ട് നീ കളിച്ചത്! ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിനക്ക് ഇത്രയും നന്നായിട്ട് കളിക്കാൻ അറിയാമായിരുന്നോ? ഓ, വെരി നൈസ്, മഹിമ അത്ഭുതത്തോടെ ചോദിച്ചു. യാ, വെരി നൈസ്, അവൻ പ്രതിപദിച്ചു. അലീനയുമായി അവന്റെ കണ്ണുകൾ അപ്പോഴും ഉടക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രഫുൽ, ഡാൻസിലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, തൃപ്തി ധൃതിയിൽ പറയാൻ തുടങ്ങി. ആ വാക്കുകളെ ഖേദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് തെറ്റല്ല, തിരുത്തലായിരുന്നു. മറ്റേതോ സുഹൃതലോകത്തിൽ ചെന്നെത്തിയ ഭാവത്തിൽ കണ്ണു ചിമ്മാതെ അവൻ നിന്നു. എടാ, അത് വീണയല്ല, മനോജ് പറഞ്ഞു. അലീനയാണ്. പ്രഫുൽ അതിനെ പൂർണ്ണമാക്കി. കാവ്യ ഓടിവന്ന് പ്രഫുലിന്റെ ചെവിയിൽ ചൂളമടിച്ചു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ പ്രഫുൽ പെട്ടെന്ന് മുഖം തിരിച്ച് നേരെ നിന്നു. പരിഭ്രമിച്ചുപോയ അലീനയും സ്വയം നിയന്ത്രിക്കാനാവാതെ തന്റെ ഭാവഭേദങ്ങളെ മറയ്ക്കാൻ നോക്കി. എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഒന്നും മനസ്സിലാകാതെ വീണ ചോദിച്ചു. വീണ, നമ്മൾ ഡാൻസ് കളിക്കുകയായിരുന്നില്ലേ? പ്രഫുൽ സാധാരണ മട്ടിൽ ചോദിച്ചു. ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല, വീണ തിരുത്തി. മനസ്സിനുള്ളിലെ പ്രണയത്തെ അമർഷമായി മുഖത്തെഴുതി ഗോവിന്ദനെ നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. അല്ലെങ്കിലും വീണയുടെ കാര്യം വരുമ്പോൾ എല്ലാം ആയിരുന്നു ആണല്ലോ, ഇപ്പോഴും ആണ് എന്നതൊന്നില്ലല്ലോ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വാക്കുകൾ ഇടറാൻ തുടങ്ങി. അലീന അവളുടെ തോളിൽ കൈവച്ചു. സഹാനുഭൂതിയോടെ അവളെ നോക്കി. ഇതുകൊണ്ടൊന്നും മാറുന്നതല്ല എൻ്റെ വിഷമമെന്ന ഭാവത്തിൽ സങ്കടത്തോടെ അലീനയുടെ നേരെ നോക്കിയിട്ട് അവൾ അവിടെ നിന്നും പോകാനൊരുങ്ങി. തൻ്റെ വികാരങ്ങളെയും ഭാവങ്ങളെയും പുറത്തെടുക്കാനാവാതെ ഗോവിന്ദ് തലകുനിച്ചു നിന്നു. ഒന്നും മനസ്സിലാകാതെ പ്രഫുൽദേവ്. വീണ, ഐ ആം റിയലി വെരി സോറി. ഡാൻസ് കളിച്ചപ്പോൾ കൈമാറിപ്പോയതാ, അല്ലാതെ ഒന്നുമില്ല.
പ്രഫുൽ താൻ മനസ്സിലാക്കിയത് വെച്ച് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. പ്രഫുൽ, ഞാൻ നിന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. എൻ്റെ ജീവിതത്തിൽ പൊതുവെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ അതെല്ലാം കൂടി മനസ്സിൽ കടന്നുകൂടിയെന്നേ ഉള്ളൂ. ഉള്ളിലെ ദുഃഖം കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പ്ലീസ് വീണ, ഇന്നിവിടെ എന്തൊക്കെ സന്തോഷങ്ങളാണ് പടികടന്ന് വന്നിരിക്കുന്നതെന്നറിയോ? നീ ഒരാളുടെ ദുഃഖം മാത്രം മതി അതൊക്കെ നശിപ്പിക്കാൻ. അലീന എന്നോട് പറയാറുള്ളൊരു കാര്യമുണ്ട്. ആനന്ദക്കടലിൽ ഒരു തുള്ളി ദുഃഖം വീണാൽ മതി, ബാക്കി ആനന്ദവും നിർവീര്യമായതുപോലെ തോന്നുമെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്നും ദുഃഖമാ. എന്നാലും നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും സന്തോഷവതിയാകുന്നു. പ്രഫുൽ നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ. ഒരു ബന്ധം തുടങ്ങുമ്പോൾ അതിനാദ്യം വേണ്ടത് വിശ്വാസമാണ്. രണ്ടാളും അത് ആദ്യം നേടിയെടുക്കാൻ നോക്ക്. വീണ, ഇന്നിപ്പോൾ ഈ നിമിഷം മുതൽ നിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നീ പ്രഫുലുമായി പങ്കുവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി പ്രഫുലിൻ്റെയും വീണയുടെയും കൈ പിടിച്ചു കൊടുത്തു. ഇതെപ്പോഴോ താൻ ആഗ്രഹിച്ചിരുന്നതാണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമായപ്പോൾ അലീനയ്ക്ക് തൻ്റെ നെഞ്ചിലൂടെ തീ ആളിക്കത്തുന്നത് പോലെ എന്തോ ഒന്ന് കടന്നുപോയി. എന്നാൽ അത് എന്തെന്നോ എന്തിനു വേണ്ടിയാണെന്നോ അവൾക്ക് മനസ്സിലായില്ല. പ്രഫുൽ അപ്പോഴും വീണയുടെ പിന്നിൽ നിന്നിരുന്ന അലീനയെയായിരുന്നു കണ്ടത്. വീണ തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് തൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മനസ്സിൽ പറഞ്ഞു. ഇല്ല പ്രഫുൽ, ഈ ബന്ധം നടക്കില്ല. കാരണം ഞാൻ നിന്നെ ചതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. അടുത്ത പാർട്ടിൽ തുടർന്ന് പറയുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.